അത് വേറെന്തെങ്കിലും വിചാരിച്ചിട്ടാണോ ചെയ്യാത്തത്, സമ്മർദ്ദമുണ്ടായിട്ടാണോ? അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അത് വളരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കെല്ലാം ഈ വ്യക്തിത്വം ഉണ്ട്. നമ്മളെല്ലാം ചുറ്റും കാണുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മസ്ക് അത്രയും ഔന്നത്യത്തിൽ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണെങ്കിൽ ഇത് മറ്റൊരു രീതിയിൽ നമ്മളിലും ഉണ്ട് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് മസ്കിനത് സാധിക്കാമായിരുന്നു എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ സാങ്കേതികമായ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, PJ ജോഷുവ എന്ന് പറഞ്ഞിട്ടുള്ള മലയാള മനോരമയിൽ ജോലി ചെയ്തിരുന്ന ഒരു പത്രപ്രവർത്തകനുണ്ട്. അദ്ദേഹം മസ്കിനെ കുറിച്ച് സ്വതന്ത്രമായ ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. ഒരു 6 വർഷം മുമ്പ് ചെയ്ത പുസ്തകമാണ്. എൻ്റെ ജീവിതത്തിൽ അത് മസ്കിനെ കുറിച്ച് ആരെഴുതിയാലും അത് ഗംഭീരമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ച ഏറ്റവും ത്രസിപ്പിച്ച പുസ്തകങ്ങളൊന്നാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഞാനത് വായിച്ചിട്ട് അത്ഭുത പരതന്ത്രനായിപ്പോയി. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, അന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, മസ്ക് ഇന്ന് നിൽക്കുന്ന ഔന്നത്യത്തിലേക്ക് എത്തിയിട്ടില്ല. 5 വർഷം മുമ്പ് ട്രില്യണർ ആയിരുന്നില്ലല്ലോ മസ്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.